മഹ്ശറ വൻസഭയിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത നേരത്ത് സൂര്യൻ ഒരു ചാൺപൊക്കത്തിൽ ഉദിച്ചുയരും. ആളുകൾ അവരുടെ ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഭയാശങ്കരായി നിൽക്കും. ആ സമയത്ത് സബഅത്തുൻ യളില്ലുഹുമുല്ലാഹു തആല ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത ഒരു നേരത്ത് 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അർശിൻ്റെ തണലേകും. പുണ്യനബി പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതിമാന്മാരായ ഭരണാധികാരികൾക്കാണ്. ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ എല്ലാവരും ഭരണാധികാരികൾ തന്നെയാണ്. കാരണം ഒരു ഭർത്താവ് ഭാര്യയുടെ ഭരണാധികാരിയാണ്, ഒരുമ്മ മക്കളുടെ ഭരണാധികാരിയാണ്, ഒരു പിതാവ് ആ വീടിൻ്റെ മൊത്തം ഭരണാധികാരിയാണ്. അങ്ങനെ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ തൊട്ട് താഴേക്കിടയിലുള്ള നാം ഓരോരുത്തരും ഏതെല്ലാം മേഖലകളിൽ ഭരണം നടത്തുന്നുണ്ടോ അവിടെയെല്ലാം നീതിയുക്തമായ ഭരണമാണോ കാഴ്ചവെച്ചിട്ടുള്ളത് എങ്കിൽ ആ വിഭാഗം ആളുകൾക്കാണ് അല്ലാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുക. രണ്ടാമത്തെ വിഭാഗം വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം വളർന്ന യുവാക്കൾക്കാണ്. യുവാക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, എന്തിനും ഏതിനും പോന്ന ആളുകളായിരിക്കും. എന്തൊരു കൃത്യത്തിനും റെഡിയായി അവരുടെ ആരോഗ്യസ്ഥിതി അവരെ അനുവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. എന്നിട്ടും ആ സമയത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടോ എങ്കിൽ ആ യുവാക്കൾക്കാണ് അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്നത്. മൂന്നാമത് പുണ്യനബി പറഞ്ഞു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, തൻ്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായി ബന്ധിച്ചു നിൽക്കുന്ന ആളുകൾക്ക്, പള്ളിയുമായി എപ്പോഴും ഒരു ഹൃദയബന്ധം. സമയമായാൽ നമസ്കാരം, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ടോ, അവിടെ നമസ്കാരം നടക്കുന്നുണ്ടോ, അവിടുത്തെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണ് എന്നാലോചിക്കുകയും എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നയാൾക്കാണ് അള്ളാഹു അർശിൻ്റെ തണൽ നൽകുന്ന മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം വറജുലാനി തഹാബ്ബാ ഫില്ലാ ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, പരസ്പരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച 2 പുരുഷന്മാർക്കാണ് അള്ളാഹു അർശിൻ്റെ തണലേകുക. 2 യുവാക്കൾ അല്ലെങ്കിൽ 2 ആളുകൾ അല്ലെങ്കിൽ 2 സ്ത്രീകൾ, 2 മനുഷ്യർ, അവർ പരസ്പരം സ്നേഹിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം, അള്ളാഹുവിന് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിച്ചവർ. മറ്റൊരാളുടെ പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും അങ്ങനെ അവർ ഒത്തൊരുമിച്ച് ജീവിക്കുകയും വതഫറഖ അലൈഹി, അങ്ങനെ അവർ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ ആ 2 പേർക്ക് അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കും. അർശിൻ്റെ തണൽ നൽകുന്ന 5ാമത്തെ വിഭാഗം വറജുലുൻ ദാതുഹും റാതു ദാതു മൻസിബിൻ വ ജമാലിൻ, വറജുലുൻ ഒരു യുവാവാണ്, ദാതുഹും റാതുഹു, അവനെ ഒരു സ്ത്രീ വിളിച്ചു, വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു. ദാതു മൻസിബിൻ വ ജമാലിൻ, ഭംഗിയും കുലതറവാടുമൊക്കെയുള്ള ഒരു സ്ത്രീ, മനോഹരമായൊരു സ്ത്രീ, ഏതെങ്കിലും ഒരു സ്ത്രീയല്ല, മനോഹരമായ ഒരു സ്ത്രീ അവനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു, അല്ലെങ്കിൽ അവളെ വേണ്ടാവൃത്തിയിലേക്ക് ഒരാണ് ക്ഷണിച്ചു. രണ്ടും താരതമ്യം ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഫഖാല ഇന്നി അഖാഫുല്ലാ, ഞാനില്ല, എനിക്ക് അല്ലാഹുവിനെ ഭയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന യുവാക്കളുണ്ടോ, യുവതികളുണ്ടോ, അവർക്കാണ് അല്ലാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് അതിന് സാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഭംഗിയൊത്ത തറവാടുള്ള കുലീനയായ ഒരു സ്ത്രീ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുരുഷൻ വിളിക്കുമ്പോൾ, തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ, അരുതാത്തതിലേക്ക് വിളിക്കുമ്പോൾ, ഇന്നി അഖാഫുല്ലാ, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം
മാറി നിൽക്കുന്ന യുവാക്കളാരോ യുവതികളാരോ അവർക്കാണ് അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗം. ആറാമത്തെ വിഭാഗം വറജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ ഫഫാദത് ഐനാ. ഒരു മനുഷ്യനാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ. അവൻ കരയുന്നുണ്ട്, അവൻ്റെ കണ്ണുകൾ നനയുന്നുണ്ട്, കണ്ണുനീരൊഴുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? അള്ളാഹുവിന് വേണ്ടി മാത്രം. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കും. ഏഴാമത്തെ വിഭാഗം വറജുലുൻ തസദ്ദഖ. സദഖ കൊടുക്കുന്ന മനുഷ്യനാണ്. അതേതുപോലെ അവൻ്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയുന്നില്ല. അങ്ങനെ രഹസ്യമായി ദാനധർമ്മം ചെയ്യുന്നവരാരോ അവർക്കും അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കും. അള്ളാഹു ഏഴാലൊരു വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.